അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ ചിരിക്കാറുണ്ട്. ചിരിക്കാത്തവരായി ആരുമില്ല. ചിരിക്കുന്നവരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ചിരി 3 വിധമാണ്. അതിലൊന്ന് നമ്മുടെ പല്ല് കാണാത്ത രൂപത്തിലുള്ള ചിരി. അതുപോലെ തന്നെ രണ്ടാമത്തെ ചിരി എന്ന് പറയുന്നത് പല്ല് കാണിച്ചുകൊണ്ടുള്ള ചിരി, പല്ല് പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള പുഞ്ചിരി എന്ന് നമ്മൾ പറയും. മൂന്നാമത്തെ ചിരിയാണ് പൊട്ടിച്ചിരി, വായ മുഴുവനും തുറന്നു വെച്ചുകൊണ്ടുള്ള അട്ടഹസിച്ചുകൊണ്ടുള്ള ചിരി. മൂന്നാമത്തെ ചിരി ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് നല്ലതല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നിങ്ങളൊരിക്കലും 7 സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പൊട്ടിച്ചിരിച്ചിരുന്നില്ല, പുഞ്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. സ്വഹാബികൾക്ക് കണ്ടതായിട്ടുള്ള പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായ മുഴുവനും തുറന്നിട്ടുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടുള്ള ചിരി അവിടെ നിന്നൊരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. പുഞ്ചിരിക്കാറുണ്ട്, പല കാര്യങ്ങളും വരുമ്പോൾ ചിരിക്കാറുണ്ട് എന്നല്ലാതെ പൊട്ടിച്ചിരി മുഅ്മിനായ മനുഷ്യന് നല്ലതല്ല. 7 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിക്കാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അങ്ങനെ നിങ്ങൾ ഈ പറയപ്പെട്ട 7 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിച്ചാൽ നാളെ മഹ്ശറയിൽ നിങ്ങളൊരു നായയുടെ രൂപത്തിലായിരിക്കും അവിടെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നതായിട്ട് കേൾക്കാം, നിങ്ങളുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പള്ളിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പൊട്ടിച്ചിരിക്കരുത്. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്ന ആളുടെ അടുത്തിരുന്നു കൊണ്ട് ചിരിക്കാനോ, ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിൽ, ഇൽമിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കാനോ പാടില്ല. മൂന്നാമതായി പറയുന്നു, നിസ്കാരത്തിലൊരിക്കലും നിങ്ങൾ ചിരിക്കരുത്. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്തും നമ്മൾ ചിരിക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്നവനും ചിരിക്കരുത്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന നമ്മളും ചിരിക്കാൻ പാടില്ല. ഈ പറയപ്പെട്ടതെല്ലാം പൊട്ടിച്ചിരിയുടെ കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആ സമയത്ത് പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഇവരുടെയൊക്കെ മക്ബറക്കരികിൽ ചെന്നുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. മക്ബറയിൽ ചെന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഉന്നതരായ ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ആ സ്ഥലത്ത് നമ്മൾ ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട് നമ്മളൊരിക്കലും അവിടെ നമ്മൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. കാരണം അത് അദബ് കേടാണ്. അത് അവരുടെ മുമ്പിൽ, അവരുടെ മക്ബറയാണ്, ഖബറാണ് അവിടെയുള്ളത്. അവർ ജീവനോടെ ഇല്ല എങ്കിൽ പോലും അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ചിരിക്കുന്നത് അദബ് കേടാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ചൊരിക്കലും നിങ്ങൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജനാസയുടെ സമീപത്ത് വെച്ചുകൊണ്ടും നിങ്ങൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. ജനാസയുടെ സമീപത്ത് പൊട്ടിക്കരയാനും പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആരെങ്കിലും മരിച്ചാൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് കരയുന്ന സ്വഭാവം, നെഞ്ഞത്തടിച്ചുകൊണ്ട് കരയുന്ന സ്വഭാവം, ഇതൊരിക്കലും ജനാസയുടെ സമീപത്തും പാടില്ല. ആർത്തട്ടഹസിച്ചുകൊണ്ടുള്ള ചിരിയോ കരച്ചിലോ മയ്യത്തിനടുത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഉലമാക്കൾ ഇരിക്കുന്ന സദസ്സിൽ, പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സ്, ഇൽമു ചർച്ച ചെയ്യുന്ന സദസ്സ്, ഒരുപാട് പണ്ഡിതന്മാർ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരിക്കലും അവർ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ ചിരിക്കാൻ പാടില്ല. ചിലപ്പോൾ ചില ഉസ്താദുമാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലുമൊക്കെ തമാശകൾ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല. ഉലമാക്കൾ ഒരുപാട് വേണമെന്നില്ല, ഒരു ഉസ്താദാണ് അവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടും നമ്മൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അവിടെയൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ചിരിക്കേണ്ട അവസരം വന്നാൽ നമ്മൾ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 7 സ്ഥലങ്ങളിൽ നിങ്ങൾ പൊട്ടിച്ചിരിച്ചാലുള്ള വിപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
നിങ്ങൾക്ക് നാളെ മഹ്ശറയിൽ നിങ്ങൾ വരുന്നത് നായയുടെ രൂപത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.